കാർഷിക വാർത്തകൾ. നാളികേരോൽപ്പന്നങ്ങൾക്ക് വില തകർച്ച. വിവാഹ സീസണായതിനാൽ ഏലം ഡിമാൻഡ് ഉയരുന്നു. ആഗോള വിപണിയിൽ കൊക്കോ വില ഇടിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 200 രൂപ ഇടിഞ്ഞു. വൻകിട മില്ലുകാർ കൈവശമുള്ള എണ്ണ വിറ്റുമാറാൻ മത്സരിച്ചത് വിലയെ ബാധിച്ചു. തമിഴ്നാട്ടിലെ കാങ്കയത്ത് എണ്ണവില ക്വിന്റലിന് 50 രൂപയും കൊപ്രയ്ക്ക് 180 രൂപയും ഇടിഞ്ഞു. മാസാരംഭമായതിനാൽ കേരളത്തിലേക്ക് കൂടുതൽ വെളിച്ചെണ്ണ കയറ്റിവിടാനുള്ള നീക്കത്തിലാണ് അയൽ സംസ്ഥാന മില്ലുകാർ. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിനെത്തിയ ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. വിവാഹ സീസണായതിനാൽ രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാരുണ്ട്. വിദേശ ഓർഡറുകൾ മുന്നിൽ കണ്ട് കയറ്റുമതിക്കാരും ലേലകേന്ദ്രങ്ങൾ സജീവമാണ്. ലേലത്തിനെത്തിയ 15,712 കിലോ ഏലക്ക പൂർണ്ണമായി വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,124 രൂപയായി താഴ്ന്നു. മികച്ച ഇനങ്ങൾ 2,661 രൂപയിൽ കൈമാറി. വേനൽ മഴയുടെ വരവ് ഏലം ഉൽപാദനം ഉയരാൻ അവസരമൊരുക്കും. ആഗോള കൊക്കോ വിലയിൽ ഇടിവ്. കയറ്റുമതിയിൽ മുൻനിരയിലുള്ള നൈജീരിയയുടെ മാർച്ചിലെ കയറ്റുമതി 24% വർദ്ധിച്ചതാണ് രാജ്യാന്തര വിപണിയെ പിടിച്ചുലച്ചത്. ന്യൂയോർക്കിൽ കഴിഞ്ഞ രാത്രി കൊക്കോ വില ടണ്ണിന് $450 ഇടിഞ്ഞ് $9,300 സംസ്ഥാനത്ത് പച്ചക്കൊക്കോ കിലോ 120 മുതൽ 140 രൂപയിലും കൊക്കോ പരിപ്പ് കിലോ 350 മുതൽ 370 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിൽ ആധുനിക സംവിധാനങ്ങൾ പ്രയോഗിക്കണമെന്ന് സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ്. കൃത്രിമ ബുദ്ധി, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള ആധുനിക സംവിധാനങ്ങളാണ് കൃഷിയിൽ കൊണ്ടുവരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥയുടെ കാര്യത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകാനും രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്താനുമെല്ലാം ആധുനിക സംവിധാനങ്ങൾ വഴി സാധിക്കും. സ്മാർട്ട് ഫാമിംഗ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. വിത്ത് വിതയ്ക്കാൻ ഉൾപ്പെടെ ഡ്രോണിന്റെ സഹായം തേടുന്നതടക്കമുള്ള ആധുനിക രീതികൾ പ്രയോജനപ്പെടുത്തുന്നത് ചെലവ് കുറയ്ക്കാനും കർഷകന്റെ വരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കാനും സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കർഷകരുടെ വരുമാനം സ്ഥായിയാക്കി നിലനിർത്തുന്നതിന് പ്രാഥമിക കൃഷിരീതികൾക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമടക്കമുള്ള കൃഷിരീതികൾ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ 4000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കർഷകർ നിർമ്മിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഉഴുന്ന് വില ഇടിയുന്നു. മ്യാൻമറിൽ നിന്നും വൻതോതിൽ ഇറക്കുമതിയും സാധ്യത. ഡിമാൻഡ് കുറഞ്ഞതിനാൽ ഉഴുന്നുവിലയിൽ ഇടിവ് തുടരുകയാണ്. റാബി വിളകളുടെ വരവും ഈ വർഷം റെക്കോർഡ് വിളവെടുത്ത മ്യാൻമാറിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിക്കുമെന്ന വിലയിരുത്തലുമാണ് വിലയിടിവിലേക്ക് നയിച്ചത്. ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിപണികളിൽ വേനൽക്കാല വിള വരും ആഴ്ചകളിൽ എത്തിത്തുടങ്ങും. ഇത് വില കൂടുതൽ സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഈ വർഷം മ്യാൻമാർ ഏകദേശം 6.5 ലക്ഷം ടൺ റെക്കോർഡ് വിളയാണ് ഉഴുന്ന് ഉൽപ്പാദിപ്പിച്ചത്. കഴിഞ്ഞ വർഷം 5.5 ലക്ഷം ടണ്ണായിരുന്നു. മ്യാൻമാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉഴുന്നിന്റെ ഭൂരിഭാഗവും ഇന്ത്യൻ വിപണിയിലേക്കാണ് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനിതകമാറ്റം വരുത്തിയ അൽഫാൽഫ വിത്ത് ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള നീക്കവുമായി ഇന്ത്യ വിപണിയിൽ അമേരിക്ക കൂടുതൽ സജീവമാകുന്നതിനെ തുടർന്നാണ് തീരുമാനം. ഒരിനം കാലിത്തീറ്റ പുല്ലിനമാണ് അൽഫാൽഫ. ഇതിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ അമേരിക്ക ഇന്ത്യയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജനിതകമാറ്റം വരുത്തിയ അൽഫാൽഫ വിത്തിനങ്ങൾ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിയന്ത്രിക്കാൻ തയ്യാറെടുക്കുന്നത്. അമേരിക്കയിൽ ജനിതകമാറ്റം വരുത്തിയതും അല്ലാത്തതുമായ അൽഫാൽഫ ഇനങ്ങൾ വളർത്തുന്നുണ്ട്. നിലവിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന അൽഫാൽഫ വിത്തിന് വിപണിയിൽ കിലോഗ്രാമിന് 500 മുതൽ 800 രൂപ വരെയാണ് വില. എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന വിത്തിനങ്ങൾക്ക് തീരുവ കൂടി ബാധകമാകുന്നതോടെ വില കൂടുതലാകും. ലൂസേൺ വിഭാഗത്തിലുള്ള ഈ പയറുവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കൃഷി മന്ത്രാലയത്തിന്റെ സസ്യ സംരക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്ഷീര കർഷകർക്ക് സുരക്ഷയുമായി ഗോസമൃദ്ധി ഇൻഷുറൻസ്. 2.5 ലക്ഷം കന്നുകാലികൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. ക്ഷീരരംഗത്തെ കുടുംബങ്ങൾക്ക് സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് 2016 മുതൽ നടപ്പാക്കുന്ന കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോസമൃദ്ധി. പ്രതിദിനം കുറഞ്ഞത് 7 ലിറ്റർ പാൽ ഉൽപാദനശേഷിയുള്ള 2 മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും ഗർഭാവസ്ഥയുടെ അവസാന 3 മാസത്തിലുള്ള പശുക്കളെയും 7 മാസത്തിൽ കൂടുതൽ ഗർഭാവസ്ഥയിലുള്ള കറവ പറ്റിയ ഉരുക്കളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താം. കന്നുകാലികളെ 1-3 വർഷത്തേക്ക് ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും. കന്നുകാലികളുടെ മരണം, ഉൽപാദനക്ഷമത നഷ്ടപ്പെടൽ, കർഷകന്റെ മരണം എന്നിവയ്ക്കാണ് പരിരക്ഷ ലഭിക്കുക. 65,000 രൂപ വരെ മതിപ്പ് വിലയുള്ള ഉരുവിന് 1 വർഷ പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിന് 1,356 രൂപയും SC/ST വിഭാഗത്തിന് 774 രൂപയുമാണ് വിഹിതം.
3 വർഷ പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിന് 3,319 രൂപയും SC/ST വിഭാഗത്തിന് 1,892 രൂപയുമാണ് വിഹിതം. 100 രൂപ പ്രീമിയത്തിൽ ഉടമകൾക്ക് അപകടമരണ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കും അർഹതയുണ്ടാകും. പരമാവധി 5 ലക്ഷം രൂപയാണ് വ്യക്തിഗത അപകട പരിരക്ഷ. അതത് തദ്ദേശ സ്ഥാപനത്തിലെ വെറ്റിനറി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ അംഗങ്ങളാകാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാങ്കേതിക വിദ്യയിലൂടെ പരുത്തി ഉൽപാദനക്ഷമത ഉയർത്താനാകുമെന്ന് വിലയിരുത്തൽ. ഡ്രിപ്പ് ഇറിഗേഷനും ഫെർട്ടിഗേഷനും വിളവുയർത്താൻ സഹായിക്കും. ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, സംയോജിത കീടനിയന്ത്രണം തുടങ്ങിയ സാങ്കേതിക ഇടപെടലുകൾ പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് സൗത്ത് ഏഷ്യ ബയോടെക്നോളജി സെന്റർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. ഡ്രിപ്പ് ഫെർട്ടിഗേഷൻ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് കൂടുതൽ വിത്തുകൾ മുളയ്ക്കുന്നതിലേക്ക് നയിക്കും. സൂക്ഷ്മ ജലസേചന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന കർഷകർക്ക് പരമ്പരാഗത പരുത്തി കൃഷിയെ അപേക്ഷിച്ച് ജലസേചന വെള്ളത്തിൽ 60% വരെ ലാഭിക്കാൻ കഴിയുമെന്നു പഠനം പറയുന്നു. കൃത്യമായ കൃഷി, വിഭവ കാര്യക്ഷമമായ രീതികൾ, ആധുനിക കീടനിയന്ത്രണ തന്ത്രങ്ങൾ എന്നിവയിലൂടെ പരുത്തി കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകർക്കും വ്യവസായത്തിനും ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 199, RSS 5 196, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 72,100, കുരുമുളക് അൺഗാർബിൾ 69,100, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 26,800, കൊപ്ര 19,200, ചുക്ക് 22,500.